ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കനക ഗൗതം വ്ലോഗ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണാം, എന്തോ ഒരു പാക്കുമായിട്ടാണ് വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്കിനി ഓണമൊക്കെ ആണല്ലോ വരുന്നത്. ഇനിയിപ്പോൾ ഓണം മാത്രമല്ല, കല്യാണ സീസൺസ് ആണ്, കുറേ കല്യാണങ്ങളും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറേ ഫങ്ഷൻസിനൊക്കെ പോകണമല്ലോ. മാത്രമല്ല ഏറ്റവും വലിയൊരു സംഭവമാണ് ഓണം വരുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ സ്കിന്ന് ഒന്ന് ബ്രൈറ്റ് ആയിട്ടിരിക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ സ്കിന്ന് ഒന്ന് നമ്മുടെ ഒരു കളർ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റിയ ഒരു ഫേസ് പാക്ക് ആയിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അതായത് ഞാൻ നിങ്ങളോട് പറയാറുണ്ട്, നമ്മൾ ഏതൊരു പാക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ അത് നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്താൽ മാത്രമേ അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടാറുള്ളൂ എന്നല്ലേ. പക്ഷെ നമുക്കിപ്പോൾ ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഉടനെ വരികയാണ്, അല്ലെങ്കിൽ നാളെ ഇപ്പോൾ ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ഇന്ന് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഒരു ഫേഷ്യൽ ചെയ്ത എഫക്റ്റ് അല്ലെങ്കിൽ ഒരു ബ്രൈറ്റ്നസ് കിട്ടാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഒരു പാക്ക് കാണിച്ചു തരാം. നിങ്ങൾ അത് യൂസ് ചെയ്താൽ മതി കേട്ടോ. അത് നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പം നാളെ ആണെങ്കിൽ ഇന്ന് നൈറ്റ് ആയിരിക്കണം അത് നിങ്ങൾ യൂസ് ചെയ്യേണ്ട. അല്ലെങ്കിൽ ഈവൻ ഇപ്പോൾ നാളെ രാവിലെ നിങ്ങളിപ്പം മേക്കപ്പ് ഒക്കെ ചെയ്യാൻ തുടങ്ങുമല്ലോ, അതിന് മുന്നേ കൂടി നമ്മളൊന്ന് ഈ സ്കിൻ പ്രിപ്പയർ ചെയ്യുന്നതിന് മുന്നേ ആ ഒരു പാക്ക് ഇട്ടിട്ടൊക്കെ തുടങ്ങുകയാണെങ്കിൽ സ്കിൻ നല്ല സ്മൂത്തായിട്ടും ഒന്നും കൂടി ഒന്ന് ബ്രൈറ്റൻ ആയിട്ടും ഒരു ഫേഷ്യൽ ചെയ്ത എഫക്റ്റ് ഒക്കെ നമുക്കതിൽ കിട്ടാൻ പറ്റും കേട്ടോ. അപ്പം നമുക്ക് കൂടുതൽ പറയാതെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്, ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഒന്ന് കണ്ടിട്ട് വരാവേ. അപ്പം നമുക്ക് ഇതിനായിട്ട് ആദ്യം വേണ്ടത് സാൻഡൽവുഡ് പൗഡറാണ് കേട്ടോ. അതായത് ചന്ദനത്തിൻ്റെ പൊടിയാണ്, നമ്മുടെ രക്തചന്ദനമല്ല, നോർമൽ ചന്ദനപ്പൊടിയാണ്. അതൊരു 2 ടീസ്പൂൺ ആണ് എടുത്തിരിക്കുന്നത്. എല്ലാം ടീസ്പൂൺ അളവിലാണ് കേട്ടോ പറയുന്നത്. ഇതിലേക്ക് അതേ സെയിം ക്വാണ്ടിറ്റിയിൽ തന്നെ ലിക്വറൈസ് പൗഡർ ചേർക്കുക. അതായത് ഒരു 2 ടീസ്പൂൺ ലിക്വറൈസ് പൗഡർ, അതായത് ഇരട്ടി മധുരത്തിൻ്റെ പൊടിയാണ് കേട്ടോ. പിന്നെ ഒരു 1/2 സ്പൂൺ കസ്തൂരി മഞ്ഞളും ചേർത്തിട്ടുണ്ട്. പൊടികളായിട്ട് ഇത് 3 ആണ് കേട്ടോ വേണ്ടത്. ഇതിലേക്ക് നമുക്കിനി മിക്സ് ചെയ്യാനായിട്ട് 3 ടീസ്പൂൺ ആലോവേറ ജെൽ എടുക്കുക. നമ്മുടെ ഫ്രഷ് വീട്ടിൽ കിട്ടുന്ന എടുക്കരുത്, നമുക്കിത് ഒരു 5 ദിവസത്തേക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ടാണ്. അത്ര എഫക്റ്റ് കിട്ടില്ല കേട്ടോ. അപ്പം നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്നത് തന്നെ യൂസ് ചെയ്യാൻ മാക്സിമം നോക്കുക. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഹണിയാണ് കേട്ടോ. അതായത് ഒരു ടീസ്പൂൺ ഹണിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ഡ്രൈ സ്കിൻ ആണെങ്കിൽ ഒരു 2 ടീസ്പൂൺ വരെ എടുക്കാം. പിന്നെ ഒരുപാട് ഡ്രൈ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഇതിൽ ചേർക്കാം കേട്ടോ. പിന്നെ ലാസ്റ്റായിട്ട് ഇതിൽ ചേർത്തിരിക്കുന്നത് ആവശ്യത്തിന് റോസ് വാട്ടറാണ്, ഇത് മിക്സ് ചെയ്യാനായിട്ട്. ഞാനൊരു 2 ടീസ്പൂൺ റോസ് വാട്ടറാണ് ചേർത്തത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മളിത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കണ്ടെയ്നറാക്കി അടച്ച് ഫ്രിഡ്ജിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. 5 ദിവസത്തേക്കുള്ളൊരു പാക്കാണ് കേട്ടോ ഈ തയ്യാറാക്കിയേക്കുന്നത്. അപ്പം ഞാൻ മുഖം നന്നായിട്ടൊന്ന് കഴുകിയിട്ടുണ്ട്. പാക്ക് ഇവിടെ റെഡിയാണ്. ഇതാണ് ഞാൻ ഇട്ട് കൊടുക്കാൻ പോകുന്നത് കേട്ടോ. ഇത് നമുക്കൊരു 5 ദിവസം വരെ വെച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യാം. പിന്നെ നമ്മുടെ ഈ ആലോവേറ ജെൽ എന്ന് പറയുന്നത് നമ്മുടെ പ്ലാന്റിൽ എടുക്കരുത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ 5 ദിവസം ഇത് വെക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നത് തന്നെയാണ് ഇതിൽ യൂസ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഇത് മൊത്തം ഇട്ട് കൊടുക്കുക. ഇത്തിരി കട്ടിക്കാണ് ഇട്ട് കൊടുക്കണേ. നിങ്ങൾക്കിപ്പോൾ ഒരു ദിവസത്തേക്ക് മതിയെന്നുണ്ടെങ്കിൽ ഇത്ര ക്വാണ്ടിറ്റി എടുക്കണ്ട കേട്ടോ. കുറഞ്ഞ നമ്മളൊരു 5 ദിവസമൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ട് ഉണ്ടാവുമേ. അപ്പോൾ ഞാൻ ഇത് ഫുൾ ഇട്ടിട്ട് കാണിക്കാവേ. അപ്പോൾ ഞാൻ ഇത് മുഖത്തും കഴുത്തിലും ഇട്ടിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും കഴുത്തിലും കൂടി ഇടുക കേട്ടോ. ഇനി ഒരു കട്ടിക്കാണ് ഇട്ടേക്കുന്നത്. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഇതൊന്ന് ഉണങ്ങി തുടങ്ങുന്ന സമയത്ത് നമ്മളിത് കഴുകി കളയണം. പിന്നെ ഇതിൽ നമ്മൾ ചേർത്തിരിക്കുന്നത് ചന്ദനമാണ്. ചന്ദനം നമ്മൾ റെഡ് സാൻഡൽവുഡ് അല്ല യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് നമ്മുടെ രക്തചന്ദനം അല്ല, നോർമൽ ചന്ദനമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് തന്നെ എടുക്കുക. സ്കിന്ന് ഗ്ലോ ആവാൻ, നല്ലൊരു ഗ്ലോ കിട്ടാനായിട്ട് ഏറ്റവും നല്ലതാണ് നമ്മുടെ നോർമൽ ചന്ദനം എന്ന് പറയുന്നത് കേട്ടോ. അതാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അടുത്തതായിട്ട് എടുത്തിരിക്കുന്നത് ലിക്വറൈസ് പൗഡറാണ്, അതായത് ഇരട്ടി മധുരത്തിൻ്റെ പൊടി. സ്കിന്നിൽ ബ്രൈറ്റ്നസ് തരാനായിട്ട് ഇതിലും നല്ലൊരു സംഭവം വേറെ ഇല്ലെന്ന് പറയാം കേട്ടോ. സ്കിൻ ഒന്ന് നല്ല വൈറ്റൻ ആവാനും ഒന്ന് ബ്രൈറ്റ് ആവാനൊക്കെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് ഇരട്ടി മധുരം പൊടി എന്ന് പറയുന്നത്. പിന്നെ ആലോവേറ ജെൽ എല്ലാവർക്കും അറിയാമല്ലോ, സ്കിൻ നല്ല സ്മൂത്ത് ആവാനും ആ ഒരു ഗ്ലോ തരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതും ഒക്കെയാണ് ആലോവേറ ജെല്ല്. ഹണി ചേർത്തിരിക്കുന്നത് നമ്മുടെ ബ്ലാക്ക് ഹെഡ്സോ വൈറ്റ് ഹെഡ്സോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറിയിട്ട് ഒന്ന് സ്മൂത്ത് ആവാൻ വേണ്ടിയിട്ടാണ് ഹണി ചേർത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ റോസ് വാട്ടറാണ് ചേർത്തിരിക്കുന്നത്. മിക്സ് ചെയ്യാം. റോസ് വാട്ടർ എന്ന് പറയുന്നത് നല്ലൊരു കാമിങ് ആണ്, ഒരു സൂത്തിങ് എഫക്റ്റ് ഒക്കെ നമ്മുടെ സ്കിന്നിന് കിട്ടും. അപ്പോൾ ഇത് ഇത്രയും കൂടെ കമ്പൈൻ ചെയ്ത് വന്നിട്ട് നമ്മളത് മുഖത്തിട്ടിട്ട് കഴുകി കളയുമ്പം നല്ലൊരു ഗ്ലോയും നല്ലൊരു സ്കിൻ ബ്രൈറ്റൻ ആവുന്നത് പോലെ ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ബ്രൈറ്റ്നസ്സും ഒക്കെ നമുക്ക് തോന്നും കേട്ടോ. അപ്പോൾ ഇതെന്തായാലും ഒന്ന് ഉണങ്ങിയിട്ട് നമുക്ക് കഴുകി കളഞ്ഞിട്ട് ഇത് കാണാം കേട്ടോ. അപ്പോൾ ഇത് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊന്ന് തുടച്ച് നോക്കാവേ.
അപ്പോൾ ഇതേ ആദ്യം നമ്മൾ കുറച്ച് വെള്ളം എടുത്തിട്ട് ഇതേ ഒന്ന് വൈപ്പ് ചെയ്യുമ്പോൾ തന്നെ നല്ല ഒരു ആ ഒരു ഗ്ലോയും ഒരു പെട്ടെന്ന് വെച്ച പോലെയൊക്കെ മുഖം വരും കേട്ടോ. നല്ലതാണ് കേട്ടോ ഇത് നമുക്ക് ഇടാനായിട്ടാണെങ്കിൽ. നിങ്ങളെല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അത്ര നല്ലതാണ്. നമുക്കിത് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ബ്രൈറ്റ്നസ് വരാൻ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഒരുപാട് അങ്ങോട്ട് ഉണങ്ങണ്ട കേട്ടോ. കണ്ടോ, ഞാൻ ഇത് മൊത്തത്തിൽ ഒന്ന് കഴുകിയിട്ട് വരാവേ. അപ്പം ഞാൻ ഒന്ന് തുടച്ചെടുത്തിട്ട് വന്നതാണ് കേട്ടോ. മുഖം ഒന്ന് കഴുകിയിട്ടുണ്ട്. ഇതാ കണ്ടോ, ആ ഒരു ഗ്ലോ കണ്ടോ, സ്കിന്ന് നന്നായിട്ടൊന്ന് ബ്രൈറ്റ് ആയ പോലെ ആയി. മാത്രമല്ല നല്ലൊരു ഗ്ലോ സ്കിന്നിന് വരുന്നുണ്ടോ. ഇതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ ഈ പാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. എന്തായാലും നിങ്ങൾക്കൊക്കെ ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അത്രേ ഉള്ളൂ. ഇനി അടുത്ത ഓണം സീരീസ് ആയിട്ട് ഓണത്തിൻ്റെ ഓരോ കാര്യങ്ങളായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം കേട്ടോ. മേക്കപ്പ് വീഡിയോസ് ഒന്നും ഞാൻ ചെയ്യുന്നില്ല, കാരണം കുറേ പേര് മേക്കപ്പ് റിലേറ്റഡ് ആയിട്ട് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. നമുക്കിങ്ങനെ സ്കിന്നിൽ എന്ത് കൊണ്ടുവരാം എന്നുള്ളതിൻ്റെ വീഡിയോസായിട്ട് ഞാൻ ഇനിയും വരാം. അപ്പോഴത്തേക്ക് കണ്ട നല്ലൊരു ഗ്ലോ വന്നത് കേട്ടോ. അതേ മൂക്കിൻ്റെ ഇവിടെയൊക്കെ നോക്കേ, കണ്ടില്ലേ. ഓണത്തിന് ഇനി കുറച്ച് സമയമുണ്ട്. ഇതിന് മുന്നേ ആയിട്ട് ചെയ്താലും കൊള്ളാം കേട്ടോ, അല്ലെങ്കിൽ ഇപ്പം ചെയ്തിരുന്നാലും മതി. ഇനിയിപ്പോൾ ഓരോരോ പാക്ക് നമുക്ക് ഓരോരോ കാര്യങ്ങളായിട്ട് നമുക്കിനി മുന്നോട്ട് പോകാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.